എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖമാണോ? ഇവിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. എനിക്കിവിടെ വെള്ളത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കുഴൽക്കിണറാണ്. ബാക്കിയുള്ള പ്രദേശങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ വെള്ളം കുറഞ്ഞായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ വെള്ളമായിട്ടുണ്ട് കേട്ടോ. മഴ കണ്ടിന്യൂസ് കിട്ടുവാണെങ്കിൽ നല്ല വെള്ളം നമുക്ക് ലഭിക്കും. അത്യാവശ്യം ആ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേണ്ടേ ഇവിടെ എല്ലാം ഉണങ്ങി കരിഞ്ഞായിരുന്നു കേട്ടോ. ഇനിയൊരു പച്ചപ്പൊക്കെ വരും കേട്ടോ. പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായെന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? നമ്മുടെ ഈ മുല്ലയാണ് കേട്ടോ. ഇത് ഞാൻ ചെറിയൊരു കമ്പ് കൊണ്ട് നട്ടതാണ്. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലേ? എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് മുല്ലപ്പൂ, ചെറുപ്പം മുതലേ എനിക്ക് മുല്ലപ്പൂവിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. എവിടെ കിട്ടിയാലും എനിക്കിത് ഭയങ്കര ഇഷ്ടം. ആ ഒരു സ്മെല്ലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട നമ്മുടെ മുല്ലയിൽ ദേ കുറേ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, കണ്ടോ? നിറച്ച് മുട്ടിട്ടിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പോയ പോലെ കേടായ പോലെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തപ്പം ദേണ്ടേ നിറച്ച് മുട്ടിട്ട് വന്നിട്ടുണ്ട്. നോക്കി, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ഉണ്ടോ? ഇതാ ഉണ്ടോ? ഞാൻ ചെറുപ്പത്തിലെ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ കല്യാണത്തിന് തല നിറച്ച്. ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ഹിന്ദുസിനാണെങ്കിലും തലയെ നിറച്ച് മുല്ലപ്പൂ, എൻഗേജ്മെൻറ്റിനൊക്കെ തലയെ നിറച്ച് ഒരു മുല്ലപ്പൂ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ കേട്ടോ. അപ്പോൾ ഒരു 96 ആ സമയത്തൊക്കെ. അപ്പോഴൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു തല നിറച്ച് കല്യാണത്തിന് ഒരുങ്ങുമ്പം തല നിറച്ച് മുല്ലപ്പൂ വേണം. പക്ഷേ എന്ത് പറയാനായിട്ടാണ്, ഒരു മുല്ലപ്പൂ പോലും അന്ന് തലയിൽ വെക്കാനായിട്ട് ആ സമയത്ത് പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം അത് ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇതേണ്ടേ നിറച്ച് മുല്ലപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും അല്ലേ? മുല്ലപ്പൂവിനോടൊക്കെ ആഗ്രഹങ്ങളുള്ളവർ, തല നിറച്ച് മുല്ലപ്പൂ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ മുല്ലപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കുത്തിയിരുന്ന് കോർത്ത്, നമ്മൾ ഫുഡ് കഴിച്ചില്ലേലും വേണ്ടുകയില്ല, നമ്മളത് കുത്തിയിരുന്ന് കോർത്ത് അത് കുറേ തലയിലിടും. കുറേ എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ കുറേ തലയിലിടും. അത് കഴിഞ്ഞിട്ട് ബാക്കി ദൈവത്തിന്, ഫസ്റ്റ് ഞാൻ ദൈവത്തിന് കൊടുക്കും കേട്ടോ. ഈശോയുടെ മുന്നിൽ കുറേ ഇടും. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചെടുത്തിട്ട് ഞാൻ സ്കൂളിൽ തലയിൽ കോർത്തിട്ടുകൊണ്ട് പോവും. ബാക്കി മിച്ചമുള്ളതെടുത്ത് വെക്കും. എന്നിട്ട് വന്ന് കഴിയുമ്പം തല ചൂടിക്കൊണ്ട് നടക്കും. ഇതായിരുന്നു പരിപാടി. പിന്നെ എവിടെയെങ്കിലും നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ തലയിൽ, കല്യാണ പെണ്ണിൻ്റെ തലയിൽ പൂവൊക്കെ ഉണ്ടെങ്കിൽ, മുല്ലപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരുമല്ലോ. പറിച്ചുകൊണ്ടല്ല, എടുത്തുകൊണ്ട് വന്നിട്ട് അത് ലാസ്റ്റ് അവർ മുടിയൊക്കെ അഴിച്ച് കഴിയുമ്പോഴത്തേന് എടുത്ത് കളയുമല്ലോ. ആ കളയുന്ന സമയത്ത് നമ്മളത് അവരോട് വാങ്ങിച്ചിട്ട് അത് നമ്മൾ തലയിൽ ഇങ്ങനെ കോർത്തിടുമായിരുന്നു, ചൂടി വെക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു രസമായിരുന്നല്ലേ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് മുഴുവൻ സെറ്റാവട്ടെ, നിറച്ച് പൂവുണ്ടാവട്ടെ. ഇതുണ്ടോ, പൂവുണ്ട്, നിറച്ച് മുട്ടുണ്ട് കേട്ടോ. മുട്ടിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാത്തിലും മുട്ടുണ്ട്. ഇതൊന്ന് പിടിച്ച് വന്നാൽ മതിയായിരുന്നു. പിന്നെ താഴേന്നിത് കിളുത്ത് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആത്തയ്ക്ക ഉണ്ടല്ലോ, ആത്തയ്ക്ക ഫുള്ള് പോയി, ആ മരമേ പോയി. പിന്നെ ഇത് നിർത്തിക്കൊണ്ട് നമുക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇത് കായുണ്ടായാലും കായ്ക്കകത്ത് ഭയങ്കര പുഴുവും പിന്നെ പിടിക്കുകയില്ല, മുഴുവൻ കേടായി പോവുമായിരുന്നു കേട്ടോ. അതിപ്പോൾ ഉണങ്ങി ഇതേണ്ടേ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ നമ്മൾ ഇത് വെട്ടി മാറ്റണം. ഇതുണ്ടോ, ഇത് എന്നെക്കൊണ്ട് കത്തിക്ക് വല്ലാതെ മാറ്റാൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ തന്നെ പറ്റത്തില്ല. ഉണ്ടോ, ഇങ്ങനെ കിടക്കുന്ന സാധനം നമുക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിയെല്ലാം വെയിലത്തിരുന്ന്, ഞാനിവിടെ വീട്ടിലില്ലാഞ്ഞത് കൊണ്ട് ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. മീൻസ് നമ്മൾ മറന്നു പോകും. വന്നു കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ കയറി പോകുന്ന സമയമുണ്ട്, നമ്മളിത് ഓർക്കുകയില്ല. അതുകൊണ്ട് ചെടിയെല്ലാം
വേണ്ടേ കരിഞ്ഞു കേട്ടോ. ഇതിൻ്റെ തന്നെ കമ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അതെല്ലാം ഉണങ്ങിപ്പോയി, പറിച്ച് കളയുന്നില്ല. ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഇപ്പം മഴയൊക്കെ കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ അതുണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും. വെറുതെ എന്തിനാ കളയുന്നതെന്ന് വിചാരിച്ചു. ഇതെല്ലാം കിളുത്ത് കയറുന്നുണ്ട് കേട്ടോ. പപ്പാടെ കാറ്റാടി അതെൻ്റെ അവിടെ ഇരുന്ന് കറങ്ങുന്നു കേട്ടോ. കുറേ പേര് ചോദിച്ചു ഇതാരാ ഉണ്ടാക്കിയെന്ന്. അപ്പം നമുക്ക് നമ്മുടെ അഭിമാനത്തോടെ പറയാമല്ലോ നമ്മുടെ പപ്പായ ഉണ്ടാക്കിയെന്ന്. അതവിടെ ഇരുന്ന് കറങ്ങുന്നുണ്ട്. ഇതേണ്ടേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അതവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെന്താ, എൻ്റെ കഴിഞ്ഞ ദിവസം ലൈവിൽ കയറിയപ്പം കുറച്ച് പേര് ചോദിച്ചായിരുന്നു നമ്മുടെ പപ്പിയും മിക്കിയൊക്കെ എന്ത് ചെയ്യുന്നു. അവർ സുഖമായിട്ടിരിക്കുന്നു. പപ്പിയൊക്കെ ഓക്കെ ആയി, പപ്പിക്ക് കുഴപ്പമൊന്നുമില്ല, പപ്പി ഹാപ്പിയാണ്. പപ്പി ഇപ്പം കുരുത്തക്കേടാണ് കേട്ടോ, കുരുത്തക്കേട്. എന്ത് ചെയ്താൽ കൂട്ടിക്കയറത്തില്ല, ബുദ്ധിമുട്ട് അല്ലേ പപ്പിച്ച. അവിടെ മിക്കിയാണേലും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവർക്ക് മേളിൽ ഈ ചൂട് കൂടുന്നത് കൊണ്ട് ഞാൻ മറ്റേ സീലിങ്ങിൻ്റെ സാധനം എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അത് ഉണ്ട്, 2 പേർക്കും ഉണ്ട്. ഉണ്ടോ എന്നെ തുന്തരി നോക്കുന്നേ, തുന്തരി സുന്ദരനാണ്. അങ്ങനെ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പപ്പിയൊക്കെ എന്തിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു കുറച്ച് പേര്. അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അവരുടെ കൂടത്തെ പിള്ളേർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിള്ളേരൊക്കെ വലുതായി, വലിയ പിള്ളേരായി. കൊണ്ടുപോയവരൊക്കെ ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട്. പിന്നെ ഞാൻ അധികം അവരോടൊന്നും ചോദിക്കത്തില്ല, കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എനിക്കും വിഷമമാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. എന്ത് ചെയ്യുന്നു ചോദിക്കും, ഇടയ്ക്ക് മുട്ടിനും ചോദിക്കുമ്പോൾ അവർ ഓരോന്നും ഒക്കെ അയച്ചു തരും കേട്ടോ. അങ്ങനെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമുക്കിവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയെല്ലാം പറിച്ചു. ഇഞ്ചി ഇപ്രാവശ്യം നമുക്ക് ഒത്തിരി കിട്ടിയില്ല, ഇഞ്ചിയെല്ലാം കേടായിപ്പോയി. അപ്പം ഇവിടെ കുറേ നമ്മൾ എടുത്തായിരുന്നു. ഉണ്ടായതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലത് നോക്കി ഇനി വീണ്ടും നടണം. അങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ ഇവിടെ ഇരുന്ന് നമ്മുടെ ഇപ്പുറത്തെ റബ്ബറെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കുറേ വിറക് കിട്ടിയായിരുന്നേ. അതെല്ലാം ഇവിടെ വെട്ടി തന്നു കേട്ടോ. പപ്പ തന്നു, വെട്ടി കറക്റ്റ് അടുപ്പിൽ വെക്കാവുന്ന പാകത്തിന് പപ്പ മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടേ കണ്ടോ. പിന്നെ ഈ താഴെ കുറച്ചുകൂടി ഉണ്ട്. ഇതാ അതോടെ ഒന്ന് വെട്ടി വെക്കണം. ഇതിനുള്ള സമയം കിട്ടിയിട്ടില്ല, അതൊന്ന് ചെയ്യണം. ഇത് വെട്ടാനുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ആർത്തിരമ്പി കയറുന്നുണ്ട്. മൈലാഞ്ചിയാണ്, നമുക്ക് ഒരുപാട് വേണ്ട. അപ്പം വഴിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് കുറച്ച് വെട്ടിക്കളയാനുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഇന്ന് ഇച്ചിരി ചൂട് കുറവുണ്ട്. ഇന്ന് വൈകിട്ട് വീണ്ടും മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് മഴ കാണുമായിരിക്കും. ഇപ്പം ഇവിടെ എല്ലാം നല്ല രസമായിട്ട് കാണാം കേട്ടോ. ഉണ്ടോ, അടിപൊളിയാണ്. ആ കല്ലിൽ ഞാനിപ്പോൾ പപ്പിയും മിക്ക അയച്ചു വിടുമ്പോൾ ഞാൻ ആ കല്ലിൽ പോയി ചില സമയത്തിരിക്കാറുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ മാത്രം ഇരിക്കും. അവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇപ്പം ഈ സമയത്തൊന്നും പോയിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം കുറച്ച് നേരമൊക്കെ ഇരിക്കാം, കാരണം ഇപ്പം വെയിൽ കുറവായതുകൊണ്ട് കുഴപ്പമില്ല. വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ രസമാണ്. അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. ഇനി വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.